നമസ്കാരം. ഗ്യാസ് സബ്സിഡി ഓരോ ഉപഭോക്താവിൻ്റെയും അക്കൗണ്ടിലേക്ക് നൽകുന്നതുൾപ്പെടെ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന സബ്സിഡികളും സാമ്പത്തിക ആനുകൂല്യങ്ങളും ബാങ്ക് അക്കൗണ്ടുകൾ വഴി നേരിട്ടെത്തിക്കുമെന്നൊക്കെ പറഞ്ഞ് അഭിമാന പദ്ധതി എന്ന നിലയിൽ നടപ്പാക്കിയ ജൻധൻ അക്കൗണ്ടുകൾ മിക്കതും ചത്തുമലച്ച് കിടക്കുകയാണെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് തന്നെ പറയേണ്ടി വന്നത് എന്തായാലും നന്നായി. രാജ്യത്ത് ജൻധൻ യോജനയ്ക്ക് കീഴിൽ ആരംഭിച്ച ബാങ്ക് അക്കൗണ്ടുകളിൽ 20% പ്രവർത്തനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ ചൊവ്വാഴ്ച പാർലമെന്റിനെ അറിയിച്ചു. രാജ്യസഭയിൽ രാഷ്ട്രീയ ലോക്ദൾ പാർട്ടി MP ജയന്ത് ചൗധരി ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായാണ് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി ഭഗവത് കരാദ് ഇക്കാര്യം സമ്മതിച്ചത്. ഏകദേശം 51.11 കോടി പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകളിൽ 20% അക്കൗണ്ടുകളും ഈ മാസം 6 വരെ പ്രവർത്തനരഹിതമാണ് എന്ന കൃത്യം കണക്കാണ് മന്ത്രി സഭയിൽ വെച്ചത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇടപാടുകൾ അക്കൗണ്ടിൽ നടക്കുന്നില്ലെങ്കിൽ ആ അക്കൗണ്ട് പ്രവർത്തനരഹിതമായതായി കണക്കാക്കപ്പെടും. അങ്ങനെയുള്ള 10 കോടിയിലധികം അക്കൗണ്ടുകളാണ് വർഷങ്ങളായി പ്രവർത്തനരഹിതമെന്ന് കണ്ടെത്തിയത്. 2021 സെപ്റ്റംബർ മാസത്തോടെ ആരോരുമറിയാതെ പാചകവാതക സബ്സിഡി നിർത്തലാക്കിയത് ഈ അക്കൗണ്ടുകൾ മൃതപ്രായമാവാൻ കാരണമായിട്ടുണ്ട്. വിദേശത്തുള്ള കള്ളപ്പണം പിടിച്ചെടുക്കുമെന്നും അങ്ങനെ കൊണ്ടുവരുന്ന പണം ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്കും 15 ലക്ഷം വീതം നൽകാൻ മാത്രം ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസംഗിച്ച നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ഉടനെ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ തുടങ്ങാൻ ആവശ്യപ്പെട്ടത് ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകിയിരുന്നത്. ഇതിനെ തുടർന്ന് രാജ്യമെങ്ങുമുള്ള ജനങ്ങൾ പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം അക്കൗണ്ടുകൾ തുറന്നതോടെ 50 കോടിയിലധികം പുതിയ ബാങ്ക് അക്കൗണ്ടുകളാണ് 2014 ശേഷം സൃഷ്ടിക്കപ്പെട്ടത്. നേരത്തെ മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് ഗ്യാസ് സബ്സിഡി ഉപഭോക്താവിന് ബാങ്ക് വഴി നേരിട്ട് എത്തിച്ചിരുന്നതും കൂടി നിർത്തലാക്കിയതോടെ ആ അക്കൗണ്ടുകൾ കൂടി ഇടപാട് നടക്കാതെ ജീവച്ഛവമാകുന്ന നിലയിലേക്ക് മാറി. പ്രവർത്തനരഹിതമായ അക്കൗണ്ടുകളിൽ പകുതിയിൽ താഴെ സ്ത്രീകളുടേതാണ് എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. 2023 ഡിസംബർ 6 കണക്കനുസരിച്ച് പ്രവർത്തനരഹിതമായ 10.34 കോടി ജൻധൻ അക്കൗണ്ടുകളിൽ 4.93 കോടി അക്കൗണ്ടുകളും സ്ത്രീകളുടേതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ ടേമിലെ പെറ്റ് പ്രോജക്റ്റായ ജൻധൻ യോജന 2014 ആരംഭിച്ചത്. സീറോ ബാലൻസ് അക്കൗണ്ടുകൾ തുറക്കുന്നതിലൂടെ ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക ശാക്തീകരണം എന്ന ആശയം മുന്നോട്ട് വെച്ച അതേ പദ്ധതിയാണ് ഇപ്പോൾ വാലും തലയുമില്ലാതെ ചക്രശ്വാസം വലിക്കുന്നത്. കുന്നിൻ പുറത്ത് കയറി ആകാശത്തേക്ക് നോക്കി കണ്ണടച്ച് കുറേ നേരം കൈകൂപ്പി പ്രാർത്ഥിച്ചിട്ടും ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല എന്ന് കിലുക്കത്തിൽ രേവതി അവതരിപ്പിച്ച കഥാപാത്രം പറഞ്ഞതുപോലെയാണ് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ജൻധൻ അക്കൗണ്ട് ഉടമകളുടെ സ്ഥിതി. പത്തായം പെറും ചക്കി കുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും എന്ന മോദിയുടെ വാക്കും കേട്ട് ബാങ്കിലേക്ക് ഓടിയവർ പാസ്ബുക്കും തോട്ടിലെറിഞ്ഞ് പാട്ടിന് പോയതാണ് ജൻധൻ യോജന ചാപിള്ളയാകാൻ കാരണമെന്ന് കൂടുതൽ പറയേണ്ടല്ലോ.